ജയന പ്രിയയുടെ മനസ്സ് മാറ്റിയെടുത്തു. ഓന്തിനെ പോലുള്ള അവന്റെ സമയം പോലുള്ള നിറമാറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ പോയാ അവനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വേണ്ട വേണുവേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട. നിങ്ങളിപ്പോ എന്തു പറഞ്ഞാലും അതിനെതിരെ പറയാൻ അവൻ എന്തെങ്കിലും ന്യായം കാണും. തർക്കിച്ചും വാദിച്ചും ജയിക്കാൻ അവൻ പണ്ടേ മിടുക്കനാണല്ലോ. എന്തും വളയുന്ന അവന്റെ ആ വൃത്തികെട്ട നാവുണ്ടല്ലോ, ആദ്യം പിഴുതുകളയണം. എനിക്ക് ഉറപ്പുണ്ടടി, രാജുവിന് നല്ലതിനു വേണ്ടിയിട്ടല്ല. ഒന്നുകിൽ അവന് രമ്യയോ രുക്മിണിയോ എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് അവനിങ്ങനെയൊന്നും പെരുമാറില്ല. വേണുട്ടാ, ജയന്റെ ബിസിനസിനിടയ്ക്ക് വലിയൊരു ഇടിവ് സംഭവിച്ചിരുന്നില്ലേ? കടയില് തീപിടിച്ചുണ്ടായ നാശനഷ്ടത്തിന് വലിയൊരു തുക ഇൻഷുറൻസ് ആയിട്ട് ജയന് കിട്ടിയെന്നല്ലേ അന്ന് നമ്മളോട് പറഞ്ഞത്? അതെ. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അത് നുണയായിരുന്നു എന്ന്. സാമ്പത്തിക നഷ്ടം നികത്താൻ വേണ്ടി ജയൻ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതാ വേണുട്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ പ്രിയയുടെ സ്വഭാവം വേണുവേട്ടന് അറിയാവുന്നതല്ലേ? കുറച്ച് കാശോ സ്വർണോ അവളുടെ മുന്നിലേക്ക് വെച്ചാ അവളുടെ കണ്ണു മഞ്ഞളിക്കും. നിങ്ങൾ നടന്ന എന്നെ ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. എന്ത് കാര്യവും വിധി പോലെയല്ലേ വേണുവേട്ടാ നടക്കൂ. ഋതികമുള്ള രാജുവാണ് ജീവിതത്തിൽ ഒരുമിക്കേണ്ടതെങ്കിൽ എന്തൊക്കെ എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടായാലും അതങ്ങനെ തന്നെ നടക്കും. എല്ലാം വിധിക്ക് വിട്. ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളും അങ്ങനെ ചിന്തിച്ചാ മതി.